CH മുഹമ്മദ് കോയയുടെ പേരിലുള്ള മികച്ച വിദ്യാഭ്യാസ സേവന പുരസ്കാരം കായംകുളം MSM കോളേജ് ട്രസ്റ്റ് സെക്രട്ടറി PA ഹിലാൽ ബാബുവിന് ലഭിച്ചു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ബാബുവിന് പുരസ്കാരം സമ്മാനിച്ചു. CH മുഹമ്മദ് കോയയുടെ പേരിലുള്ള മികച്ച വിദ്യാഭ്യാസ സേവന പുരസ്കാരം കായംകുളം MSM കോളേജ് ട്രസ്റ്റ് സെക്രട്ടറി PA ഹിലാൽ ബാബുവിന് ലഭിച്ചു. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിൽ ജീവിക്കാൻ അവകാശമുണ്ട്. എനിക്ക് എന്റെ മതത്തിൽ വിശ്വസിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാനും എനിക്ക് എന്റെ ദേവാലയത്തിൽ പോകാനും മറ്റൊരാൾക്ക് അവരുടെ ദേവാലയത്തിൽ പോകാനും പറ്റുമെന്ന് പറയുന്നതാണ് മതനിരപേക്ഷ നിലപാട്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എനിക്കിഷ്ടമുള്ള ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് അവകാശമാണ്. ഇതൊക്കെ പ്രചരിപ്പിച്ചാലും അത്തരം സാഹചര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞാൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വേദിക്ക് വീണ്ടും പറയുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകുന്ന രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നല്ല കാര്യങ്ങളെയും പിന്തുണയ്ക്കാനും തെറ്റായ കാര്യങ്ങൾ തെറ്റാണെന്ന് പറയാനും ഉള്ള ആർജവം വേണം. അതുണ്ടായിരുന്ന ആളുകളുടെ തലമുറയിൽപ്പെട്ടതാണ് CH. അതേപോലെ തന്നെ ഇന്നിപ്പോ നമ്മള് ഈ അവാർഡ് നൽകുന്നത് അദ്ദേഹത്തിന്റെ നമ്മുടെ PK കുഞ്ഞ് സാഹിബിന്റെ മകനാണ് ശ്രീ ഹിലാൽ ബാബു സാർ എന്നുള്ളതാണ് പ്രത്യേകത. കേരളത്തിലെ ധനകാര്യ വകുപ്പിലും കേരളത്തിലെ പൊതുഭരണ സമുദായത്തിലും മറക്കാൻ പറ്റുന്ന പേരല്ല അദ്ദേഹത്തിന്റെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹം മന്ത്രിയായിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിലെ മന്ത്രിയായിരുന്നു നിങ്ങൾക്കറിയാം. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ആരംഭിച്ച 2 പ്രസ്ഥാനങ്ങൾ, ഒന്ന് കേരള ലോട്ടറിയും മറ്റൊന്ന് KSFE. വളരെ ഹൃദ്യമായ അടുത്ത ബന്ധമാണ്. അതിനു മുമ്പ് അറിയാമെങ്കിലും ഏറ്റവും അടുത്ത് പരിചയപ്പെടുന്ന ആ സമയത്താണ്. അതിൽ ഒന്നാന്തരം ഭക്ഷണം വീട്ടിൽ ചെന്നാൽ തരുന്ന വീടാണെന്ന് ഞാൻ സർട്ടിഫൈ ചെയ്യുന്നത്. ഇപ്പോഴും കായംകുളം വരുമ്പോൾ ഞാൻ വിളിക്കും, ഇപ്പൊ അവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ വീട്ടുകാരും എല്ലാവരും മക്കളും ഒക്കെ. അപ്പം നല്ല ആതിഥ്യമര്യാദ. അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ നാട്ടിലെ ജനങ്ങളുമായിട്ടുള്ള സഹകരണമൊക്കെ ആ കായംകുളത്തെ പൊതുജീവിതത്തിൽ വലിയ പങ്കുള്ളവരാണ് ആ കുടുംബം. അപ്പൊ അവിടുന്ന് വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹത്തിന് പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മളിവിടെ ഈ അവാർഡ് പുരസ്കാരം നൽകിയത്. അപ്പൊ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുമ്പോൾ അതുകൊണ്ട് തന്നെ CH-നെ പോലെ പ്രഗത്ഭനായ വ്യക്തിത്വത്തിന്റെ സ്മരണയുടെ പരിപാടിയിൽ PK കുഞ്ഞ് സാഹിബ് എന്ന് പറയുന്ന മുൻ ധനകാര്യമന്ത്രി, MS മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ മകൻ. പ്രത്യേകിച്ച് എനിക്ക് വളരെ വ്യക്തിപരമായ അടുപ്പമുള്ള ഒരാളുടെ ഈ പുരസ്കാരം നൽകുന്ന പരിപാടി പങ്കെടുക്കുമ്പോൾ എനിക്ക് എന്റെ ഒരു വീട്ടിലെ കുടുംബ പരിപാടി തന്നെയായിട്ടാണ് ഞാൻ തോന്നുന്നത്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ PA ഹിലാൽ ബാബുവിന് പുരസ്കാരം സമ്മാനിച്ചു. കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന K മുരളീധരൻ, U പ്രതിഭ MLA, മുൻ MP പന്ന്യൻ രവീന്ദ്രൻ, BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം ഹനീഫ് മുന്നിയൂർ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഭീമാപ്പള്ളി റഷീദ്, അഡ്വക്കേറ്റ് MA സിറാജുദ്ദീൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. CH മുഹമ്മദ് കോയയുടെ മകനും മുൻമന്ത്രിയും സാംസ്കാരിക സമിതി ചെയർമാനുമായ ഡോക്ടർ MK മുനീർ MLA എത്തിച്ച ആശംസാ സന്ദേശം സമിതി വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ആൽബർട്ട് അസീസി വായിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് കരമന ബയാറിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ സമിതി ജനറൽ സെക്രട്ടറി കലാപ്രേമി ബഷീർ ബാബു സ്വാഗതം പറഞ്ഞു. കൺവീനർ M മുഹമ്മദ് മാഹിൻ നന്ദി പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.